ഗൈസ് അജ്മലാണ്ടോ ബഹ്റിൻ എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബഹ്റിൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണ്ടോ, നമുക്കൊന്ന് കറങ്ങി തിരിഞ്ഞു വന്നാലോ. നേരെ മനാമ ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഇത് ബഹ്റിൻ്റെ മെയിൻ ബസ് സ്റ്റേഷനാണ്. എല്ലാ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബുദയ്യയിലേക്ക് പോകാം. ബുദയ്യയിൽ നിന്ന് നേരെ കറങ്ങി ബഹ്റിൻ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് തിരിച്ചു വരാം. ഈ പോകുന്ന പോക്കിൽ നമുക്ക് പറ്റിയ ഇതിൻ്റെ ബഹ്റിൻ്റെ ഒരു ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാം, അതുപോലെ ടൗണുകൾ കാണാം. അങ്ങനെ ഒരുമാതിരി നമ്മളെ കൊണ്ട് പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വരാം. മനാമ ബസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ദൂരെ കാണുന്നതാണ് ബസ് സ്റ്റേഷൻ. അതിൻ്റെ പുറകെ കാണുന്ന അൽ ഹിലാൽ ഹോസ്പിറ്റലുണ്ടാവും. നമ്മൾ മലയാളികളൊക്കെ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഗൾഫ് നാടുകളിൽ തണുപ്പ് കാലത്തിലേക്കൊക്കെ എത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് അതിലേക്ക് എത്തിയിട്ടുള്ള നല്ല വെയിലുണ്ട്. തണുപ്പ് ഉടനെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ കഴിഞ്ഞു പോകുന്നത്. എന്നാലും പഴയ അത്രയും ചൂടും ഹ്യൂമിഡിറ്റി ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, കുറഞ്ഞിട്ടുണ്ട്. കേട്ടോ ബഹ്റിനിലെ ബസ് മാൻ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ബസ്സുകൾ. അത്യാവശ്യം നല്ല AC ബസ്സാണ്. വൈഫൈ ഉണ്ടാവും മിക്ക ബസ്സുകളിലും. ചില ബസ്സുകളിൽ തന്നെ നമ്മൾ കയറുമ്പോൾ വൈഫൈ ഉണ്ടാവില്ല കേട്ടോ, വർക്ക് ചെയ്യുന്നില്ല. ചിലപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിരിക്കുന്നതായിരിക്കാം. ഓക്കെ, ഫ്രണ്ടിൽ അതിൻ്റെ സ്ഥലവും പോകുന്ന സ്ഥലവും നമ്പറൊക്കെ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ക്യാമറയിൽ അത് കറക്റ്റായിട്ട് കിട്ടാത്തതായിരിക്കാം. രാവിലെ തന്നെ ബസ് സ്റ്റേഷനിൽ അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ട്. എന്നാലും വലിയ തിരക്കെന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇവിടെ നിന്ന് ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ, നിങ്ങൾ പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ബഹ്റിൻ്റെ ഒരു ഐക്കൺ ബിൽഡിംഗ് ഉണ്ട്, ഹാർബർ ബിൽഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് കേട്ടോ. ഇത് മനാമയിൽ നിന്നാൽ കാണാൻ പറ്റും. ഇതൊരു ഹൈവേ പോകുന്നുണ്ട്. ആ ഹൈവേയുടെ അപ്പുറ സൈഡിലായിട്ടുണ്ടോ ഈ ബിൽഡിംഗ് ഉള്ളത് കേട്ടോ. നമ്മുടെ ഇവിടെ ബസ് സർവീസ് ഉണ്ട്. അതിൻ്റെ പാരലായിട്ട് സർവീസ് നടത്തുന്ന കുറേ വണ്ടികൾ വേറെ ഉണ്ട് കേട്ടോ. അതായത് ബസ് ഇപ്പോൾ ഓരോ ലൊക്കേഷനിലേക്കൊന്ന് കറങ്ങി തിരിഞ്ഞല്ലേ പോകും. പക്ഷെ അതിന് നല്ലതായിട്ട് ഇവർ ഇതുപോലത്തെ ഓരോ പാരലൽ വണ്ടികളുണ്ടാവും ഇവിടെ കണ്ടോ. ഈ വണ്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഓരോ ടൗൺ ഭാഗത്തേക്ക് ഡയറക്റ്റ് പോകുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ബസ്സിലിരുന്ന് 2 മണിക്കൂർ കൊണ്ട് എത്തുന്നത് ചിലപ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും. അപ്പോൾ നമ്മളെപ്പോലെ കറങ്ങി നടക്കുന്നവർക്കൊന്നും ഈ വണ്ടി ലാഭമാവില്ല. കാരണം ബസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 700 ഫിൽസ് ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ ഫ്രീ ആണ്. പക്ഷേ ഇതിൽ ഓരോ ട്രിപ്പിനും ഇവർക്ക് പേയ്മെൻറ്റ് ചെയ്യണം. പക്ഷേ നമ്മളിപ്പോൾ അർജൻറ്റായിട്ട് എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ കഴിവതും ഇതുപോലത്തെ പാരലൽ സർവീസുകളായിക്കോട്ടെ കൂടുതലും ആൾക്കാർ ആശ്രയിക്കുന്നത്. അതിനായിട്ട് ചെറിയൊരു ഉഴുന്നട വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ബുദയ്യ ഭാഗത്തേക്ക് പോകുന്നല്ല പറഞ്ഞത്. അത് ഗ്രാമപ്രദേശത്തൂടെ കറങ്ങി തിരിഞ്ഞ് പോകുന്നൊരു വണ്ടി ഇവിടെ നിൽപ്പുണ്ട്. അത് വണ്ടി എടുക്കാനായിട്ടില്ല. എന്തായാലും നമുക്ക് അതിനകത്ത് തന്നെ കയറി സ്റ്റാർട്ട് ചെയ്യട്ടെ യാത്ര. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്രാമപ്രദേശമൊക്കെ കറങ്ങി തിരിഞ്ഞ് പോകുന്ന വണ്ടിയാണ്. നമുക്ക് ബഹ്റിൻ്റെ ഗ്രാമങ്ങളൂടെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ബഹ്റിനിൽ സുന്നികളും ഷിയാക്കളുമായിട്ട് 2 വിഭാഗമുണ്ട്. അതിൽ ഷിയാക്കളുടെ ഏരിയ കൂടെയാണ് കൂടുതൽ ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഷിയ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചൊരു വെറൈറ്റി പോലെ ഫീൽ ചെയ്യും. കാരണം അവരുടേതായിട്ടുള്ള എഴുത്തുകൾ, ബാനറുകൾ, കറുത്ത ബാനറുകളിൽ കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചേക്കാം. അങ്ങനെയുള്ള കുറേ ഹാബിറ്റും ശീലങ്ങളൊക്കെ ഇവർക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. പല ബസ്സുകളും വരുന്നുണ്ട് പോകുന്നുണ്ട്. നമ്മൾ പോകാമെന്ന് വെച്ച് നിൽക്കുന്ന ബസ് മാത്രം ഇവിടുന്ന് എടുത്തിട്ടില്ല. ഡ്രൈവറും അതിലേക്ക് എത്തിയിട്ടില്ല. പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷ നിൽക്കാമല്ലേ നമുക്ക്. നമ്മുടെ ബസ് ഡ്രൈവർ എത്തിയിട്ടുണ്ട്. ബസ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കയറാമല്ലേ. അപ്പോൾ ബസ്സിൻ്റെ കാർഡ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇത് വെച്ച് പഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര. ഇതിലാണ് ഞാൻ പറഞ്ഞ കാശ് കയറ്റുകയെന്ന് പറഞ്ഞത്. ഇതിൽ 700 ഫിൽസ് കയറ്റിയിരുന്നു. എന്നിട്ടാണ് നമ്മൾ പഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. പഞ്ച് ചെയ്തപ്പോൾ നോക്കിക്കൊടുത്താ റെഡ് സിഗ്നൽ വരുന്നതാണ്ട. അതിൽ കാശില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ക്യാഷും കാർഡും കൂടെ അവരുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് എൻട്രി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും കേട്ടോ. അപ്പോൾ അതിലേക്ക് പഞ്ചായി ഗ്രീനായി. ഫ്രണ്ടിലെ സീറ്റിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഈ ഫ്രണ്ടിലെ സീറ്റ് എന്ന് പറഞ്ഞാൽ ലേഡീസ് സീറ്റാണ്. ലേഡീസ് വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും. എന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നല്ല കാഴ്ചകളൊക്കെ കറക്റ്റായിട്ട് ചിത്രീകരിക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ ലേഡീസ് വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കണം. അതുവരെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാഴ്ചകളൊക്കെ ചിത്രീകരിക്കാം കേട്ടോ. കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ബസ്സാണല്ലോ. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് യാത്ര ചെയ്യാൻ നമുക്ക് മടുക്കുകയൊന്നുമില്ല. പിന്നെ വൈഫൈ കണക്ഷൻ ഉണ്ട്. ചില ബസ്സുകളിൽ വൈഫൈ കണക്ഷൻ കറക്റ്റായിട്ട് ഉണ്ടാവില്ല കേട്ടോ.
എന്നാലും ഒരുമാതിരി ബസ്സുകളിലൊക്കെ വൈഫൈ കണക്ഷൻ ഉണ്ട്. എനിക്ക് പിന്നെ നെറ്റ് സിം ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ബസ്സിൽ കയറുമ്പോൾ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാറില്ല. കോഴിക്കോട്ടുള്ള സാലിഹ ഉണ്ടോ നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ മൂപ്പര് ചോദിച്ചു യൂട്യൂബ് വീഡിയോ ആണോ? അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ ഫേസ് എടുക്കരുത്, അവർക്ക് വീഡിയോസൊന്നും ചെയ്യാനായിട്ട് പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞോ. ഇതാ ഈ കാണുന്നുണ്ടോ മെറീന മാൾ, ബ്രാൻഡഡ് ഐറ്റംസിൻ്റെയൊക്കെ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, ഹോം അപ്ലയൻസസ് ഇതൊക്കെ 50% വരെ ഡിസ്കൗണ്ടിൽ ഇവിടെ സെയിൽ നടക്കാറുണ്ട് കേട്ടോ. ഇവരുടെ ഒരു ഔട്ട്ലെറ്റിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതിൻ്റെ പുറയിലുണ്ടോ മനാമ സെൻട്രൽ മാർക്കറ്റ് ഉള്ളത്. ബഹ്റൈനിലെ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണെന്ന് പറയാം കേട്ടോ. ഇത് കണ്ടിട്ട് ഫ്ലൈ ഓവറാണെന്ന് തെറ്റിദ്ധരിക്കരുത്, ഇത് വെറും മേൽപ്പാലമാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഇതുപോലത്തെ ഒരുപാട് പാലങ്ങൾ കാണാനുണ്ട് കേട്ടോ. ലൈൻ ട്രാഫിക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഡ്രൈവിങ് അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ. ഇനി നമ്മൾ പോണത് ബഹ്റൈനിലെ ഏറ്റവും വലിയ മാളായിട്ടുള്ള സിറ്റി സെൻറ്ററിൻ്റെ മുന്നിൽ കൂടെയാണ് കേട്ടോ. ഇത് ആ കാണുന്നതാണ് കേട്ടോ സിറ്റി സെൻറ്റർ. അതിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് ആ കാണുന്നത്. സിറ്റി സെൻറ്ററിൻ്റെ ബോർഡാണ് കാണുന്നത്. ഈ മാളിൽ സാധനം വാങ്ങാൻ വരുന്നതിലേക്കുള്ള ആളുകൾ ഈ മാൾ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അത്രയ്ക്കും വലിയ മാളാണ്, അടിപൊളി സെറ്റപ്പാണ് കേട്ടോ അത്. നല്ല ഭംഗിയായിട്ട് പണിതിട്ടുള്ള ബസ് സ്റ്റോപ്പുകളല്ലേ, വിത്ത് എയർ കണ്ടീഷനാണ് കേട്ടോ. ഇപ്പോൾ ബസ് വരാനൊരു ഇത്തിരി വൈകിയാലും നമുക്ക് ക്ഷമയോടെ തന്നെ കാത്തിരിക്കാൻ പറ്റും, ചൂടൊന്നും എടുക്കില്ല. ഇവിടെ ഈ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് സിറ്റി സെൻറ്ററിലേക്ക് പോകാനും വരാനൊക്കെ വളരെ എളുപ്പമുണ്ടോ.
ഏത് ആ നേരെ കാണുന്നല്ലേ? ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ എൻട്രൻസ് ഉണ്ടോ അതാ കാണുന്നത്. തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളിൽ ബസ് സ്റ്റോപ്പിന് സ്ഥലമില്ലെങ്കിൽ കാണിക്കുന്ന ചെറിയൊരു ഐഡിയ ഉണ്ടത്. റോഡിൻ്റെ നടുവിൽ ബസ് സ്റ്റോപ്പ് എന്ന് എഴുതിയിടും. അപ്പോൾ പിന്നെ സ്റ്റോപ്പിൻ്റെ സ്ഥലവും ലാഭിക്കാമല്ലോ. ഇതാ ഈ കാണുന്നതുണ്ടോ കർബാബാദ് ബീച്ച്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. കുട്ടികൾക്കൊക്കെ ഉള്ള ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് ട്രക്കുകളൊക്കെ ഉള്ളൊരു ബീച്ചാണിത്. അടിപൊളി സെറ്റപ്പാണ്. ഇതാ കാണുന്നുണ്ടോ ബഹ്റൈൻ ഫോർട്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ.
ബഹ്റിൻ ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇത്. ഉൾപ്രദേശമായതുകൊണ്ട് റോഡ് നിറച്ച് ഹമ്പുകളുണ്ട് കേട്ടോ. അതും ചെറുതൊന്നുമില്ല, എന്തായാലും വണ്ടി നിർത്തി ചവിട്ടി മാത്രം ഇറക്കാൻ പറ്റുന്ന വലിയ വലിയ ഹമ്പുകൾ കേട്ടോ മേക്ക് ചെയ്തിട്ടില്ല.
ഈ റൂട്ട് പൊതുവെ ആളോ അങ്ങനെ ഉൾപ്രദേശങ്ങളൊക്കെ കടന്ന് നമ്മളിതേ മെയിൻ ഹൈവേയിലേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ബുദ്ധയ്യ എത്താനായിട്ടുണ്ട്. അടുത്ത ബസ് സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ട് ബുദ്ധയ്യ ബസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇത് മനാമ സ്റ്റേഷനെ അപേക്ഷിച്ച് അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ഒരു ചെറിയ ബസ് സ്റ്റേഷനാണ് അത്. അതായി കാണുന്നതാണ്, ചെറിയൊരു ബസ് സ്റ്റോപ്പ് പോലെ തോന്നുകയാണെങ്കിലും ഒരു ബസ് സ്റ്റേഷനാണിത്. ഇവിടുന്ന് പല പല സ്ഥലങ്ങളിലേക്കും ബസ്സിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകട്ടോ. ഏകദേശം ഇവിടെ ഒരു 9 മണിയായിട്ടുണ്ട്. ഒരു 10:30 മണിയാകുമ്പോഴേക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറണം നിസ്കരിക്കാനായിട്ട്. അപ്പോൾ യാത്രാമധ്യേ ഏതെങ്കിലും ഒരു നല്ല പള്ളി കാണുമ്പോൾ നമുക്ക് ഇറങ്ങി ഇവിടെ കയറാം അല്ലേ. നല്ല വെയിലുണ്ടെങ്കിലും വലിയ ചൂടില്ല കേട്ടോ. ശരിക്കും വേനൽക്കാലം ബഹ്റൈൻ ഗൾഫ് നാടുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും വെയിലൊന്ന് ഇറങ്ങാനുള്ള ഒരു കാലതാമസം കൂടി ഇനി ഉള്ളൂ. ഇനി വരുന്നത് തണുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ ഇത്ര നല്ല വെയിലിൽ നിന്നെങ്കിലും നമ്മൾ വേർക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല കേട്ടോ. നല്ല വെയിലുണ്ട്, എന്നാലും വലിയ ബുദ്ധിമുട്ടോ നമുക്കൊരു മുഷിപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുക്കുന്നില്ല. ഇവിടെ ഒരു ATM കാണുന്നുണ്ട്. എന്തായാലും കുറച്ച് പൈസ എടുത്ത് കയ്യിൽ വെക്കാൻ, ഡിജിറ്റൽ മണിയായിട്ടാണ് ഇപ്പോൾ ഇത്രയും നേരം ഉപയോഗിച്ചുകൊണ്ട് വന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കയ്യിൽ കാശ് തന്നെ വെക്കേണ്ടി വരും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ബെനിഫിറ്റ്, ഇവിടെ നാട്ടിൽ ഗൂഗിൾ പേ പോലെ ഇവിടെ ബെനിഫിറ്റാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ബെനിഫിറ്റ് എടുക്കില്ല. എസ്പെഷ്യലി ഇവിടെ ബസ്സിലൊന്നും ബെനിഫിറ്റ് എടുക്കില്ല. നമുക്ക് എന്തായാലും കുറച്ച് ക്യാഷ് എടുത്ത് കയ്യിൽ വെക്കാം അല്ലേ. ലൊക്കേഷൻ ഒന്ന് കാണാം കേട്ടോ. ഇതാണ് ബുദ്ധയ്യ ടൗൺ. ഈ കാണുന്നതാണ് ബസ് സ്റ്റേഷൻ. ചെറിയ ബസ് സ്റ്റേഷനാണ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ. ബുദ്ധയ്യനെ പറ്റി പറഞ്ഞാണല്ലോ, സൗദിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ബുദ്ധയ്യയിൽ നല്ല അടിപൊളി ബീച്ചുകൾ കുറേ ഉണ്ട്. അതിലൊരു ബീച്ച് ഒന്നല്ല 1-2 ബീച്ച് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഒന്ന് സൽമാൻ ബീച്ച്, പിന്നെ ഒന്ന് ബുദ്ധയ്യയുടെ തന്നെ ബീച്ച്. നല്ല അടിപൊളി ബീച്ച്. കാരണം ഇവിടെയുള്ള ബീച്ചുകളിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് നാട്ടിലെ പോലെ ഒരുപാട് തിരയടിക്കുന്ന ബീച്ചൊന്നുമില്ല. നമുക്ക് ഇറങ്ങി കുളിക്കാനും കുട്ടികളെ കൊണ്ടുവന്ന് അവരോടൊപ്പമൊക്കെ നീന്താനൊക്കെ പറ്റിയ നല്ല അടിപൊളി ബീച്ചാണ്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ബീച്ചിലേക്ക് എത്താം. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബീച്ചിലേക്ക് പോകുന്നില്ല കേട്ടോ. എന്തായാലും ഒന്ന് ബസ്സിൽ കറങ്ങാൻ തന്നെ കണക്കാക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബീച്ചൊന്ന് കാണണം എന്നുള്ളത് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഒരുപാട് താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ബുദ്ധയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതലും ബംഗ്ലാദേശ് തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കടകളൊക്കെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കടകളായിരിക്കും.
ഒരുപാട് വലിയ വലിയ മാളുകൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ബുദ്ധഗയ ഏരിയയിലില്ല കേട്ടോ. ചെറിയ കടകൾ, ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ, ചെറിയ കോൾഡ് സ്റ്റോറുകൾ, അങ്ങനെയുള്ള കടകളാണ് കൂടുതൽ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ ലുലു മാള് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഏരിയയിൽ കയറിയിട്ട് കാണില്ല. ഇനി ബുദ്ധഗയയിൽ നിന്ന് ഇസാ ടൗണിലേക്ക് പോകുന്ന ബസ്സിലാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. ഇസാ ടൗൺ എന്ന് പറഞ്ഞാൽ മനാമോൾ തന്നെ വേറൊരു ടൗണാണ്. ബുദ്ധഗയനേക്കാളും കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ബസ്സിൻ്റെ AC-യുടെ സൗണ്ട് നല്ലപോലെ വന്നിട്ട് ഈ ബഹ്റൈൻ ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുകളെല്ലാം തന്നെ ബാക്ക് എഞ്ചിനാണ്. അതുകൊണ്ട് ബാക്കിൽ ഇരിക്കുമ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ ലേശം കൂടുതലായിരിക്കും. ഇതിന് അതിൽ കൂടുതലായിട്ട് AC-യുടെ സൗണ്ട് കൂടെ വരുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ബഹ്റൈൻ കോസ്വേയിലേക്കുള്ള എൻട്രൻസ് കാണാൻ പറ്റും. അതായത് സൗദി ബഹ്റൈൻ കോസ്വേ ഉണ്ട്. കടലിൽ കൂടെ 10-20 കിലോമീറ്ററോളം നീളത്തിൽ പണിതിട്ടുള്ളൊരു പാലമാണ്. ആ പാലം എന്തായാലും കാണാൻ പറ്റില്ല, പക്ഷേ അതിലേക്ക് പോകുന്ന എൻട്രൻസ് നമുക്ക് ബസ്സിലിരുന്ന് കാണാൻ സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ഇസാ ടൗണിൽ എത്തുമ്പോഴേക്കും വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് കയറി നിസ്കരിച്ചിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബുദ്ധഗയയിൽ നിന്ന് ഇസാ ടൗണിലേക്കുള്ള യാത്രാ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇതൊരു ചെറിയ ബസ്സാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കിട്ടിയ പോലെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാലും വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ ഫ്രണ്ടിൽ ഡോറായതിൻ്റെ മേലിൽ നമുക്ക് വലിയ കാഴ്ചകളൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ബാക്ക് സൈഡിലുള്ള ഏതെങ്കിലും ഡോർ ഇരുന്നിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം കേട്ടോ. ഇതൊരു ഷെയ്ക്കിൻ്റെ ഈന്തപ്പനത്തോട്ടമാണ് കേട്ടോ. ബസ് പോകുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കിക്കോട്ടോ. മാത്രമല്ല ഇതിൻ്റെ നടുവിലായിട്ടൊരു ഒട്ടകത്തിൻ്റെ ഫാമും ഉണ്ട്. അവിടേക്കൊക്കെ എൻട്രൻസ് ഫ്രീ ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഇതാണ്ട് ജനബിയിലെ ക്യാമൽ ഫാം. എൻട്രിയൊക്കെ ഫ്രീ ആണ്. ഇതുവരെ ഒട്ടകങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ പറ്റിയ സ്ഥലമുണ്ട് അത്.
സൗദി ബഹ്റൈൻ കോസ്വേയിലേക്കുള്ള എൻട്രൻസ് ആണ്ടത് 20-25 കിലോമീറ്റർ നീളമുള്ള ഒരു കടൽപ്പാലമാണ് സൗദി ബഹ്റൈൻ കോസ്വേ. വാഹനങ്ങൾക്ക് 2.5 BDയുടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഒന്ന് കയറി കണ്ടേക്കണേ.
60 ang sinisingil pag yung flex lang. Hardly nasabi ko eh. 90-90. Pinapagtrabaho ko. ഇപ്പോൾ നമ്മൾ വന്ന സ്ഥലമാണ് സൂക്ക് വാക്കിൽ.
വന്ന ബസ്സാണ് ഇതാ കിടക്കുന്നത്. ചെറിയ ബസ്സാണ് അത്. ചില ഭാഗങ്ങളിൽ നിന്നുള്ള സർവീസ്, ആൾ കുറഞ്ഞ സർവീസുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബസ്സുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇസാ ടൗൺ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനാമ പോലെ തന്നെ ഒത്തിരി വലിയ ബസ് സ്റ്റേഷൻ തന്നെയാണ്. കുറേ ലൈൻസ് സ്റ്റോപ്പുകളുണ്ട് ഇതിൽ. പല ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പല ലൈനുകളിലാണോ വരുന്നത്. നമ്മൾ വന്ന മനാമയിലേക്ക് തന്നെ പോകുന്ന ബസ്സാണോ. അപ്പോൾ ആ ബസ് എന്തായാലും വന്ന പോലെ തന്നെ തിരിച്ചു പോകട്ടല്ലോ. നമ്മൾ എന്തായാലും ഇപ്പം മനാമയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇനി ഇസാ ടൗണിൽ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊരു സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് ഒന്ന് നിസ്കരിച്ചതിന് ശേഷം അടുത്ത റൂട്ടിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം കേട്ടോ. ഇവിടെ വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കാണുന്ന കണ്ടോ, ബഹ്റൈൻ പോസ്റ്റാണ് കേട്ടോ. ഒരു കാലത്ത് പ്രവാസികളൊക്കെ നാടുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന സംഭവമാണ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രവാസികൾ മാത്രമല്ല, നാട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടെലിഫോണൊക്കെ വരുന്നതിന് മുമ്പ് ആശ്രയിച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. എന്തായാലും ആ പോസ്റ്റ് ഓഫീസ് ബഹ്റൈൻ ഗവൺമെൻറ് കളഞ്ഞിട്ടൊന്നുമില്ല. ഒരു ഓർമ്മ സ്മാരകം പോലെ തന്നെ അവിടെ നിൽപ്പുണ്ടത്. സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ട് കേട്ടോ. അൽ നെയിം എന്നാണ് പേര്. ഞാൻ ഇവിടെ മുമ്പ് കയറി കഴിച്ചിട്ടുള്ളതാണ്. നല്ല അടിപൊളി സാൻഡ്വിച്ച് കിട്ടുന്നൊരു ഷോപ്പാണ്. എന്തായാലും നമുക്കൊന്ന് കയറാമല്ലേ. അങ്ങനെ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ സൈഡിൽ നല്ലൊരു ടെൻറ്റ് കണ്ടിട്ടോ. ഈ അറബികളൊക്കെ ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്തായാലും നമുക്ക് കുറച്ചൊരു ഇവിടെ ഇരുന്നൊന്ന് വിശദീകരിക്കാം അല്ലേ. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇതാ ഈ കാണുന്നൊരു പള്ളി, അത് സുന്നിപ്പള്ളിയല്ല, ഷിയാപ്പള്ളിയാണ് കേട്ടോ. സുന്നിപ്പള്ളി കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നതിന് ശേഷം എന്തായാലും അപ്പുറത്തോട്ട് നടന്നു പോകാം. നല്ലുള്ളൊരു ടെൻറ്റ് കണ്ടപ്പോൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചിരുന്നാണ്. അപ്പോൾ ഫോണൊക്കെ നോക്കി കുറച്ച് അധികം നേരം ഇരുന്ന് എന്തായാലും നമുക്ക് പതുക്കെ പള്ളിയിലേക്ക് നീങ്ങാം അല്ലേ. ഇവിടെ അടുത്ത് കാണുന്നത് ഒരു ഷിയാപ്പള്ളിയാണ്. നമുക്ക് സുന്നിപ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ കുറച്ചും കൂടെ പുറകോട്ട് പോകണം. ആ കാണുന്നതൊരു മാളാണ്. അതിൻ്റെ പുറകിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന സുന്നിപ്പള്ളി ഉള്ളത് കേട്ടോ. ഞാനതിൻ്റെ മിനാരം കാണിച്ചു തരാം. ആ കാണുന്ന മിനാരം നമ്മളിപ്പോൾ പോകുന്ന പള്ളിയുടെയാണ്. ഇപ്പോൾ നമുക്ക് ഈ നേരെ കാണുന്ന വഴി കൂടെ പള്ളിയിലേക്ക് പോകട്ടോ. ഇത് കാണുന്നതാണ് ആ ബഹ്റൈൻ പോസ്റ്റ് ഓഫീസിൻ്റെ പഴയ ബിൽഡിങ്. ഇപ്പോൾ വർക്കിംഗ് ഒന്നും അല്ലാതെ. ഇപ്പോൾ അതിനാരും ലെറ്ററൊന്നും അയക്കലില്ലല്ലോ. വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഈ ഗവൺമെൻറ് പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ എപ്പോഴും. കാരണം കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഷോപ്പിൽ ഒരാളൊരു ഇത് കൊണ്ടുവന്നിരുന്നു. അവിടുത്തെ പോസ്റ്റ്മാനായിരുന്നു. കാരണം വലിയ ഉപയോഗമൊന്നും ഇല്ലെങ്കിലും ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നമ്മുടെ സർക്കാർ നിലനിർത്തിയിരിക്കുന്നത് പോലെ ഈ ബഹ്റൈൻ ഗവൺമെൻറ്റും ഇവിടുത്തെ പോസ്റ്റ് ഓഫീസും നിലനിർത്തിയിരിക്കുന്നതാകാം എന്നാണ് തോന്നുന്നത്. കാരണം ഗവൺമെൻറ് പേപ്പറുകളും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴും പോസ്റ്റ് വഴിയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പുറകിൽ കാണുന്ന ഇതില്ലേ, ഇതൊരു മാളാണ്, സീഫ് മാളെന്ന് പറയും. കൂടുതലായിട്ടും അറബി കസ്റ്റമേഴ്സ് വരുന്ന ഒരു മാളാണ് കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രൊഡക്റ്റുകൾ കുറച്ച് ക്വാളിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ പ്രൈസും ഇത്തിരി കൂടുതലായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണ്. നമ്മൾ എന്തായാലും ഇപ്പോൾ പള്ളിയിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിനകത്തോട്ട് കയറുന്നില്ല കേട്ടോ. നമ്മൾ പോകുന്ന പള്ളി വലിയ പള്ളിയാണ്. അധികം ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. കുറേശ്ശെ ആൾക്കാരൊക്കെ കയറി പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകാം, കയറാം. നമുക്ക് വലിയ തിരക്കൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ കയറിയിട്ട് നമുക്ക് നേരെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ പോയിരിക്കാം. പള്ളിയുടെ എൻട്രൻസ് ആണത്. പള്ളിയിലേക്ക് നമുക്ക് കയറാം അല്ലേ. ഒത്തിരി പഴക്കമുള്ളൊരു പള്ളിയാണ്. ഷൂവും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള റാക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ റാക്കിൽ ആദ്യത്തെ ഷൂ ഇന്ന് പെൻ്റെയാണ്. പിന്നെ നമുക്ക് നേരെ പോയി ഉളു കൊടുത്തിട്ട് പള്ളിയിലേക്ക് കയറാം കേട്ടോ. ഉളു കൊടുക്കുന്ന സ്ഥലം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷിംഗ് റൂം, താഴെ മാറ്റൊക്കെ പിടിച്ചൊക്കെ ഉണ്ട്. രണ്ടും ഉളു കൊടുക്കുന്ന സ്ഥലമാണ്. ഉളുവൊക്കെ കഴിഞ്ഞു. ഇനി പള്ളിയിലേക്ക് കയറാമല്ലോ.
നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം പറയട്ടെ, നമ്മുടെയൊക്കെ നാട്ടിൽ പള്ളിയുടെ പുറത്ത് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു കച്ചവടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഈന്തപ്പഴത്തിൻ്റെ വില പറഞ്ഞത് 3 ദിനാറ് 4 ദിനാറ് 5 ദിനാറൊക്കെയാണ് കേട്ടോ. അതായത് 600, 800, 1000 ആ റേഞ്ചിലൊക്കെ വരുന്ന ഈന്തപ്പഴമാണത്. ഈ പള്ളിയിൽ കൂടുതലും അറബികൾ വരുന്നൊരു പള്ളിയുണ്ട്, അതുകൊണ്ട് തന്നെ അവർ അറബി കസ്റ്റമേഴ്സിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. ശരിക്കും ഈന്തപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ കിട്ടുന്നത് ഇതുപോലത്തെ ക്വാളിറ്റി കൂടിയ ഈന്തപ്പഴങ്ങളിൽ നിന്നാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റും അടിപൊളിയായിരിക്കും. നാട്ടിലാണെങ്കിലും നമ്മുടെ ലുലുവിലൊക്കെ ഈ സാധനം കിട്ടും കേട്ടോ, പക്ഷേ വില വരുമ്പോൾ ഇവിടെ കിട്ടുന്നതിൻ്റെ നേരെ ഡബിൾ വില വരും എന്തായാലും. അപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകേണ്ട സാധനങ്ങൾ ഇതൊക്കെ മറ്റേ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ബഹ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു പ്രദേശം ഉണ്ടോ. അപ്പോൾ അവരുടെ ഒരു പള്ളി ഞാൻ നേരത്തെ ഇതാ കാണിച്ചു തന്നിരുന്നു. ഇത് അവരുടെ പള്ളിയാണ്. അവിടുത്തെ ഹുത്തുബ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ടില്ല. കേൾക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അങ്ങനെ തിരിച്ച് ബസ് സ്റ്റേഷനിലേക്ക് തന്നെ വന്ന് നമ്മൾ ഇസാ ടൗണിലെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു പള്ളിയിലുണ്ട് നമ്മൾ നിസ്കരിക്കാൻ പോയി. ഇനി നമുക്ക് നേരെ റിഫയിലേക്ക് വിട്ടാലെന്ന് ആലോചിക്കണം കേട്ടോ. ബഹ്റിനിൽ കൂടുതലും അറബികളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട് റിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊക്കെ താമസിക്കുന്ന മനാമയിലൊക്കെ ഈ അറബികളൊക്കെ പൊതുവെ കുറവായിരിക്കും. അപ്പോൾ റിഫയിലേക്ക് പോകുന്ന ഒരു ബസ്സാണ് അതായി കിടക്കുന്നത്. അതിൽ ഡ്രൈവർ എത്തിയിട്ടില്ല, അതിൻ്റെ ഡിപ്പാച്ചർ ടൈം ആയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റിഫയിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് ഉച്ചഭക്ഷണമൊക്കെ അവിടെ നിന്നാവില്ല. അവിടെ നല്ല അറബിക് ഫുഡുകളൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഇഷ്ടംമാതിരി ഉണ്ടാവും. എന്തായാലും അപ്പോൾ നേരെ റിഫയിലേക്കല്ലേ.
അപ്പോൾ അങ്ങനെ നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് നമ്മുടെ ബസ് പോയിട്ടോ. ഇവിടെ അടുത്ത് നല്ലൊരു മന്തി കിട്ടുന്ന ഹോട്ടലുണ്ടെന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേര് ചിക്കിങ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ഇനി ഭക്ഷണം വല്ലതും കഴിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര. ഓക്കെ ഗൈസ്, ഒരു മണ്ടത്തരം പറ്റി. ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ കണ്ട സ്റ്റോപ്പ് ഒരെണ്ണം മുമ്പിലാണ് ഇറങ്ങിയത് നമ്മൾ. അപ്പോൾ ഈ വെയിലത്ത് കൂടെ ഇനി ഒരു സ്റ്റോപ്പ് അങ്ങോട്ട് നടക്കണം. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ്. ഗൂഗിളിൽ നോക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ദൂരം ഉണ്ടാവും. കുഴപ്പമില്ല, വെയിലിന് പഴയ കാടിനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നടക്കാൻ നമുക്ക്. അതൊക്കെ നടക്കലേ. റോഡിൽ കൂടെ അതാ ഒത്തിരി കാറുകൾ പോകുന്നുണ്ട്. നടന്നു പോകുന്ന കാൽനട യാത്രക്കാർ ഒരാളെ പോലും കാണുന്നില്ല. അത് ഈ ബസ് സ്റ്റോപ്പ് ഉണ്ടോ? ഈ ബസ് സ്റ്റോപ്പിലായിരുന്നു നമ്മൾ ഇറങ്ങേണ്ടിയിരുന്നത്. നമ്മളിതിൻ്റെ മുമ്പത്തെ ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. ഇവിടെ നിന്ന് കുറച്ച് ചെന്നൊരു റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന റെസ്റ്റോറൻ്റ് ആയിട്ടോ. അവിടെ പോയി ഇനി ഒരു മന്തി കണ്ട് അടിക്കട്ടെ, എന്നാലാണ് ഇപ്പോഴത്തെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറുള്ളൂ കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, ഇത്തവണത്തെ വീഡിയോയുടെ ലെങ്ത് ഒരു ഇത്തിരി കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് ഇനിയുള്ള യാത്ര ഒരു സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ടൊന്ന് കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, എൻ്റെ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മളൊന്ന് അറിയിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് എന്തായാലും അതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ, സി യു, സൈനിങ് ഓഫ്, അജ്മൽ സ്റ്റോർ.